ഹായ് സ്റ്റുഡൻസ്, ടുഡേയ്സ് ക്ലാസ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡെറിവേറ്റീവ്സിലെ ഓപ്ഷൻ കോൺട്രാക്ട് ഓൾറെഡി കുറേ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സർ ഓപ്ഷൻ ക്ലാസ് ഇടാത്തത് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്ട് എല്ലാ സ്റ്റുഡൻസും വിചാരിച്ചിരിക്കുന്നത് വളരെ ഡെപ്ത് ആയിട്ടുള്ള, അതായത് വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓപ്ഷൻ കോൺട്രാക്ട്. അത് നിങ്ങൾ പഠിക്കുന്നതിനുള്ള പ്രശ്നമാണ് നിങ്ങളെ ഈ ഒരു എക്സാമിൽ മാർക്ക് കിട്ടാതാക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ കോൺട്രാക്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഗത്ത് ടുഡേയ്സ് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത് മണീനെസ് ഓഫ് ഓപ്ഷൻ. ഈ ഒരു ഭാഗം വളരെ തറഫ് ആയിരിക്കണം. അതിനുശേഷം മാത്രമേ അടുത്ത പാർട്ട് നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ഓപ്ഷൻ കോൺട്രാക്ട് നിങ്ങൾ ആദ്യമായി പഠിക്കുന്നവരാണെങ്കിൽ മണീനെസ് ഓഫ് ഓപ്ഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് പഠിക്കാം. നമുക്ക് ഓപ്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഒറ്റ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല, ഒരുപാട് ക്ലാസ്സസ് വരും. അപ്പം ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മണീനെസ് ഓഫ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ കോൺട്രാക്ട് ഓൾറെഡി നമ്മൾ എന്താണെന്ന് ഒരു ബേസിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ സഹിതം ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പെട്ടെന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കാം. നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിന് ആ മൊബൈൽ ഫോൺ ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന്റെ മൊബൈൽ ഫോൺ നിങ്ങൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. നിങ്ങൾ പറയാണ് 15,000 രൂപയ്ക്ക് അടുത്ത മാസം 21-ാം തീയതി ആകുമ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തോളാം. അടുത്ത മാസം 21-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തോളാം. ഓക്കെ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. വേണമെങ്കിൽ എക്സസൈസ് ചെയ്താൽ മതി, നിർബന്ധമില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ റൈറ്റ് ബട്ട് നോട്ട് എൻ ഒബ്ലിഗേഷൻ. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. ഈ ഓപ്ഷൻ കോൺട്രാക്ട് എക്സസൈസ് ചെയ്യേണ്ടതില്ല. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം തന്നെ പറഞ്ഞുതരാം. ഈ 15,000 രൂപയുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു 7,000 രൂപയ്ക്ക് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അടുത്ത മാസം 21-ാം തീയതി അല്ലേ നമ്മൾ ഇത് വാങ്ങാന്ന് പറഞ്ഞേ. അടുത്ത മാസം 21-ാം തീയതി ആകുന്നതിന് മുമ്പായിട്ട് ആ മൊബൈൽ ഫോണിന് 7,000 രൂപയായെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങാൻ നിൽക്കുമോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് ആ ഫോൺ 7,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക. കാരണം നിങ്ങൾ ആ ഒരു ഡ്രസ്സിന് ഓൺലൈനായിട്ട് എത്ര പ്രൈസ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ ഓൺലൈൻ പ്രൈസ് നിങ്ങൾക്ക് ലാഭമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെയല്ല സാധാരണ സംഭവിക്കാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഷെയർ മാർക്കറ്റിന്റെ ഒരു ടേമിൽ നമ്മൾ പറയുന്നേ ഉള്ളൂ. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ സൈതും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഓപ്ഷൻ. അപ്പൊ ഇവിടെ എന്ത് ഓപ്ഷനാ? കോൾ ഓപ്ഷൻ അല്ലെ. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന, ബൈ ചെയ്യുന്ന ഓപ്ഷൻ ആണെങ്കിൽ അതിനെ കോൾ ഓപ്ഷൻ എന്നും, ഇതേ സമയം നിങ്ങൾ വിൽക്കുന്ന, അതായത് നിങ്ങൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണെങ്കിൽ അതിനെ പുട്ട് ഓപ്ഷൻ എന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ എന്നുള്ള ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അനദർ എക്സാമ്പിൾ നോക്കുക. ഇവിടെ 15,000 രൂപയുടെ ഫോൺ പെട്ടെന്ന് മാർക്കറ്റിൽ 25,000 രൂപയായിട്ട് റൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? 15,000 രൂപയ്ക്ക് അടുത്ത മാസം 21-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ഫോൺ വാങ്ങും. അതാണ് നിങ്ങൾക്ക് ലാഭം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ 3 സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഈ 3 സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പഠിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇൻ ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഭം സിറ്റുവേഷൻ ആണ്, ഒരു പ്രോഫിറ്റ് മേക്കിംഗ് സിറ്റുവേഷൻ പോലെ നമുക്ക് പറയാം. ആക്ച്വലി പ്രോഫിറ്റ് മേക്കിംഗ് സിറ്റുവേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് സിറ്റുവേഷനും, ഇത് നമുക്ക് അറ്റ് ദ മണി എന്ന് പറയുന്ന ഒരു ഈക്വൽ ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അറ്റ് ദ മണി എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോസ് സിറ്റുവേഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമുക്ക് ഇതിനെ ബേസിക് ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ഇൻ ദ മണി എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് സിറ്റുവേഷനും അറ്റ് ദ മണി എന്ന് പറയുന്ന ഒരു ഈക്വൽ ആയിട്ട് പോകുന്ന സിറ്റുവേഷനും, ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ലോസ് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കാം. അപ്പൊ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധനം വാങ്ങാനുള്ള ഒരു റൈറ്റ്, ഞാനിവിടെ മൊബൈൽ ഫോൺ വാങ്ങാനുള്ള റൈറ്റ്, ആ മൊബൈൽ ഫോൺ വിൽക്കാനുള്ള റൈറ്റ് ആണെങ്കിലോ അതിന് പുട്ട് ഓപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, എന്താണ് സ്ട്രൈക്ക് പ്രൈസ്, എന്താണ് സ്റ്റോപ്പ് പ്രൈസ്? ഓക്കെ, ഞാനിവിടെ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഒന്നുകൂടെ എഴുതാണ്. 15,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങാമെന്ന് നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. നമ്മുടെ ഫ്രണ്ടുമായിട്ട് അടുത്ത മാസം 21-ാം തീയതി 15,000 രൂപയുടെ മൊബൈൽ ഫോൺ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്ന് വിചാരിക്കുക.
ഈ 15,000 രൂപയാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാം. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാം. പെട്ടെന്ന് മാർക്കറ്റിൽ ആ ഫോണിന് 20,000 രൂപയായെന്ന് വിചാരിക്കാം. ഓക്കെ, 15,000 രൂപയ്ക്ക് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20,000 രൂപയായ നമുക്കത് എന്താണ്, ഒരു ലാഭം സിറ്റുവേഷനാണ് അല്ലേ. 15,000 രൂപയ്ക്ക് ഓൾറെഡി ഞാൻ ആ ഫോൺ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന്. ആ ഫോണിന് പെട്ടെന്ന് 20,000 രൂപയായി കഴിഞ്ഞാൽ എനിക്കതൊരു ലാഭം സിറ്റുവേഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻ ദ മണി സിറ്റുവേഷൻ. അതായത് ഈ 20,000 രൂപയെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റോക്ക് പ്രൈസ്. അതിന്റെ നിലവിലുള്ള പ്രൈസിനെയാണ് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയാം. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന പ്രൈസ്, സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ നിലവിലുള്ള പ്രൈസ്. അപ്പൊ സ്റ്റോക്ക് പ്രൈസ് മോർ ദാൻ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ ഇൻ ദ മണി ഓപ്ഷൻ. ഓക്കെ, അപ്പം 15,000 രൂപയുടെ ഫോൺ 20,000 രൂപയായി. ഞാൻ 15,000 രൂപയുടെ ഫോൺ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അതിനെന്തായി, 20,000 രൂപയായി. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഒരു ലാഭം സിറ്റുവേഷൻ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസ് മോർ ദാൻ സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്താ, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തത് 15,000 രൂപയ്ക്ക്, അതാണ് സ്ട്രൈക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ നിലവിലുള്ള പ്രൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് കോൾ ഓപ്ഷനിലെ നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് ഇതിന്റെ ലാഭമുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ലാഭമുള്ള സിറ്റുവേഷൻ, പ്രോഫിറ്റ് മേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും, കോൾ ഓപ്ഷനിലെ ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അറ്റ് ദ മണി ആണെങ്കിലോ രണ്ടും ഈക്വൽ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഈ 15,000 രൂപയുടെ ഫോൺ, അടുത്ത എക്സാമ്പിൾ നോക്കാം. 15,000 രൂപയുടെ ഫോൺ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പുട്ട് ഓപ്ഷനിൽ വരിക കേട്ടോ. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പുട്ട് ഓപ്ഷനിൽ വരിക എന്നുള്ളത് ആലോചിച്ചാൽ മതി. സ്റ്റോക്ക് പ്രൈസ് മോർ ദാൻ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ ഇൻ ദ മണി, സ്റ്റോക്ക് പ്രൈസ് ലെസ് ദാൻ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ ഇൻ ദ മണി. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൾ ഓപ്ഷനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ വരിക. കാരണം കോൾ ഓപ്ഷൻ വാങ്ങുന്ന റേറ്റും പുട്ട് ഓപ്ഷൻ വിൽക്കുന്ന റേറ്റുമാണ്. നിങ്ങൾ ബേസിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാനിവിടെ കോൾ ഓപ്ഷൻ മാത്രം പറയാം. പുട്ട് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ഇത് നോക്കാം. അറ്റ് ദ മണി ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പൊ 15,000 രൂപയുടെ ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചു. ഇതിനെയാണ് എന്താന്ന് പറയാ, സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാം. നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 15,000 രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചു. ബുക്കിംഗ് പ്രൈസ് അല്ലെ, ബുക്ക് ചെയ്ത പ്രൈസ് 15,000 രൂപയാണെന്ന് വിചാരിക്കാം. ഇനി ആ ഒരു മൊബൈൽ ഫോണിന് നിലവിലുള്ള പ്രൈസും 15,000 രൂപയാണെങ്കിലോ ദിസ് ഈസ് ഈക്വൽ അല്ലേ. അതിനെയാണ് വലിയ ലാഭമില്ല നഷ്ടമില്ല എന്ന് പറയാം അല്ലെ. നമുക്കതിനെ ലാഭമില്ല നഷ്ടമില്ല. നിങ്ങൾ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ആ ഡ്രസ്സിന് 350 രൂപയാണ് ആ കടയിലെങ്കിൽ ഓൺലൈനായിട്ട് നോക്കുമ്പോഴും 350 രൂപയാണ്. നിങ്ങൾക്ക് വലിയ ലാഭമില്ല നഷ്ടമില്ല, എന്നാൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങി വരാം അങ്ങനെ വിചാരിക്കുമല്ലോ. കാരണം ഓൺലൈനായിട്ട് വാങ്ങും, ആ കടയിൽ വാങ്ങും, രണ്ടും ഒരുപോലെയാണ്. എന്നാൽ വീട്ടിൽ പോയി ഓൺലൈനായിട്ട് വാങ്ങാം എന്ന് ചിലർ വിചാരിക്കും എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം, അങ്ങനെ വിചാരിക്കും. രണ്ടിനും ഒരേ പ്രൈസാണ്, ലാഭമില്ല നഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അറ്റ് ദ മണി ഓപ്ഷനിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. അത് കോൾ ഓപ്ഷനിൽ ഈക്വൽ ആയിരിക്കും, പുട്ട് ഓപ്ഷനിൽ ഈക്വൽ ആയിരിക്കും. സ്റ്റോക്ക് പ്രൈസ് ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ്. ഇനി നമുക്കൊരു നഷ്ടം വരുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റോക്ക് പ്രൈസ് ലെസ് ദാൻ സ്ട്രൈക്ക് പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞ എന്താ, 15,000 രൂപയുടെ ഫോൺ, അതിന് പെട്ടെന്ന് മാർക്കറ്റിൽ 20,000 രൂപയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഓൾറെഡി 15,000 രൂപയ്ക്ക് വാങ്ങിയത് കൊണ്ട്, ബുക്ക് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അതെന്താണ്, ഒരു ഇൻ ദ മണി ഓപ്ഷനാണ്. ഇനി നിങ്ങൾ വിചാരിക്കുക, ഈ 15,000 രൂപയുടെ ഫോൺ പെട്ടെന്ന് മാർക്കറ്റിൽ 6,000 രൂപയായി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, സ്റ്റോക്ക് പ്രൈസ് നിലവിലുള്ള പ്രൈസ് കുറവാണ്, ലെസ് ദാൻ ദ സ്ട്രൈക്ക് പ്രൈസ്. ഇത് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് പണം പോവും, നഷ്ടമാണ്. കാരണം ബുക്ക് ചെയ്തത് 15,000 രൂപയ്ക്ക്, പക്ഷെ ഇപ്പൊ മാർക്കറ്റ് പെട്ടെന്ന് 6,000 രൂപയ്ക്ക് അത് അവൈലബിൾ ആണ്. ഇത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താ പറയുക, പുട്ട് ഓപ്ഷനും വരാം. ഓക്കെ, ഇത്രയും മാത്രം കണക്ട് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഈ മൊബൈൽ ഫോൺ വെച്ച് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എക്സാമിൽ എഴുതുന്ന സമയത്ത് വേറൊരു രീതിയിൽ എക്സാമ്പിൾ എഴുതാം. ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ മണി ഓപ്ഷനിലെ ഈ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇൻ ദ മണി ഓപ്ഷനിലെ കോൾ ഓപ്ഷനിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റോക്ക് പ്രൈസ് മോർ ദാൻ സ്ട്രൈക്ക് പ്രൈസ് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്ക്, സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു ഷെയർ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ആ ഷെയറിന് 1,200 രൂപ. ആ ഷെയറിന് ഒരു 1,200 രൂപ. ഷെയർ എന്ന് വെച്ചിട്ട് എക്സാമ്പിൾ എഴുതാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഷെയറിന് 1,200 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എക്സസൈസ് ചെയ്യുന്നത്, ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,200 രൂപയ്ക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ബുക്ക് ചെയ്ത പ്രൈസ്, അതായത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ അതിന് നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1,500 രൂപയാണ്.
ഓക്കെ, നിലവിൽ മാർക്കറ്റിൽ 1500 രൂപയ്ക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ അത് 1200 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലാഭമാണ്. ഓക്കെ, നേരത്തെ ബുക്ക് ചെയ്തത് 1200 രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലാഭമാണ്. ഇവിടെ എത്രയാണ് ലാഭം എന്ന് പറയുന്ന, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. 300 രൂപയാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി ഇതിന്റെ ഗ്രാഫൊക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഈ ഒരു ഭാഗം നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് വളരെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അതാണ് ഞാനിവിടെ ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്, മണിനെസ് ഓഫ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചത്. കാരണം പല സ്റ്റുഡൻസിനും എങ്ങനെയാണ് ഓപ്ഷൻ കോൺട്രാക്ട് പഠിക്കുക എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പല ടീച്ചേഴ്സും ചിലപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റുഡൻസിന് അത്ര നല്ല രീതിയിൽ മനസ്സിലാവുകയില്ല. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും ഓപ്ഷൻ കോൺട്രാക്ട് പഠിക്കുമ്പോൾ മണിനെസ് ഓഫ് ഓപ്ഷൻ ഈ ഒരു ഭാഗമാണ് ആദ്യം പഠിക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു ഭാഗം പഠിച്ചാൽ മാത്രമേ ഓപ്ഷന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഇത് സ്ട്രൈക്ക് പ്രൈസ് കൂടുവാണോ, സ്ട്രോക്ക് പ്രൈസ് കുറയുകയാണോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നെറ്റ് മോഡൽ എക്സാംസിനൊക്കെ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ സ്ട്രൈക്ക് പ്രൈസ് കൂടുന്നു, സ്റ്റോക്ക് പ്രൈസ് കുറയുന്നു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ അറിയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഇനിയുള്ള കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അത്യാവശ്യം ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഏരിയയാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ.